We ready? Yes. Okay, so we said this morning that as we study narrative, there are 3 tools in our pastor's tool belt. Right. That we can use. They are setting, they are characters, and they are plot. അവിടെ വിശദീകരണ സാഹിത്യരൂപം എന്ന ബൈബിളിലെ ഏറ്റവും പ്രമുഖമായിരിക്കുന്ന സാഹിത്യരൂപം എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ 3 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് അതിൻ്റെ പശ്ചാത്തലമാണ്, രണ്ടാമത്തത് അതിലുള്ള കഥാപാത്രങ്ങളാണ്, മൂന്നാമത്തത് ആ സംഭവത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ അതിലെ ആശയമാണ്. So during this next hour and 15 minutes or so, we want to talk about plot, and then we also want to begin pulling all 3 tools together. അപ്പോൾ ഇത് ഞാൻ അടുത്ത മണിക്കൂറിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കഥയിലെ കഥ എന്താണ് എന്ന് പറയാം. എന്നാൽ കഥയിലെ കഥ അതിൽ തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നല്ല, അതിൻ്റെ പശ്ചാത്തലത്തിലും അതിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. So we're going to say a few introductory things about plot, what it is and how we study it, and then we're going to look at 4 stories or pericopes in our Bible. Pericope, is that a word that will be known? To the very learned. Okay, so we're going to look at 4 stories in our Bible. Right. അവിടെ ആദ്യമേ ചില അടിസ്ഥാന പ്രമാണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിനുശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതെന്നുള്ള ഉദാഹരണമായി ബൈബിളിൽ നിന്ന് 4 സംഭവങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. And when I say story, I don't mean to communicate they're not true. These are true stories, but in the same way that we work paragraph to paragraph in the epistles, we're going to work story or episode or maybe scene to scene as we go through a narrative. The first time when I heard the word story, I was offended. Yes, because it can communicate fiction. Right. അവിടെ കഥ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നടക്കം ഉണ്ടാവരുത്. കഥയെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് കാര്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു വെറും കഥയാണ് എന്ന ആ അർത്ഥത്തിലല്ല പറയുന്നത്. കഥ എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ളൊരു വാക്ക് എന്ന അർത്ഥത്തിലാണത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സംഭവ കഥയാണ്. അതിനെ ചിലർ പെരിക്കപ്പി എന്ന് വിളിക്കും. ഖണ്ഡിക എന്ന് പറഞ്ഞാൽ കഥ എന്നുള്ളതാണ് ഏറ്റവും ഈസിയായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നൊരു വാക്ക് കഥയാണ്. കഥയുള്ള കഥയാണ്. Right. So what we'll do, I'll introduce what the plot is, and then we're going to look at a scene out of Luke 1, and we'll just use it simply to illustrate the plot structure. അപ്പോൾ നമ്മൾ ഈ കഥ എങ്ങനെയാണ്, കഥയിലുള്ള ആ കഥ എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. Then we will look at a scene out of Matthew chapter 2, and we'll look at the setting, the characters, the plot, the whole piece. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം ഇതിനെ വിശദീകരിക്കാനുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ ഉപയോഗിക്കും. And then I hope that we have time to look at 2 episodes out of Abraham's life in Genesis. അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള 2 സംഭവങ്ങൾ എങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതും ഉദാഹരണമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. And we'll do that as a group project where you'll have time to read the passage and we'll discuss and actually break the story into its parts together. നിങ്ങൾ കേട്ടിരിക്കാം എന്ന് മാത്രം വിചാരിച്ചെങ്കിൽ തെറ്റി. നിങ്ങളും കൂടെ കണ്ടുപിടിക്കുവാൻ കഴിയും വിധം നിങ്ങൾക്ക് ഒരവസരം തന്നുകൊണ്ടാണ് ഉച്ചകഴിഞ്ഞുള്ള നമ്മളെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിച്ച ശരിയാണോ ഇല്ലയോ എന്ന് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. Hopefully we can do all that by lunch, but if I talk too much, we may just have to pack up the food and eat it on the way home or something. Right. അപ്പോൾ ഇത് പറയാനായിട്ട് എനിക്ക് സമയം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഉച്ചഭക്ഷണം നമുക്ക് പൊതികളാക്കി കയ്യിൽ വയ്ക്കുകയും വൈകുന്നേരത്തേക്ക് പോകുമ്പോൾ അത് കഴിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം, അല്ലേ? അതൊരു സാധ്യതയല്ലേ? We'll have food of another kind, as Jesus said, right? അത് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. So let's just say a couple of things about
an overview of what a plot is. അതായത് ഒരു കഥയിലെ കഥ എന്താണ് എന്നതിനെക്കുറിച്ച് ചില മുഖവുര പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈസ് ദർ എ ബെറ്റർ വേർഡ് ഫോർ പ്ലോട്ട് ദാൻ കഥ? പ്ലോട്ട് എന്ന് പറയുന്നതിന് എന്തെങ്കിലും മെച്ചമായ ഒരു വാക്കുണ്ടോ? മാനുവൽ സഹോദരൻ എന്ത് പറയുന്നു? കഥ. അല്ലല്ലേ ഈ പ്ലോട്ട് എന്ന് പറയുന്നതിന് മലയാളം കഥാതന്തു. സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഇതിവൃത്തം അല്ലേ? ആയെങ്കിലാണ് കഥ തന്നെ ഞങ്ങൾ പറയാം. we were trying to find a good word for plot. Okay. And we were plotting. Well, maybe if we define it, it will help right. people. So when we say plot, what we are talking about is the action in the story that moves the story towards some type of goal or resolution. അപ്പോൾ ഈ നമ്മൾ പ്ലോട്ട് എന്നുള്ള വാക്ക് തന്നെ അങ്ങ് ഉപയോഗിക്കാം. പ്ലോട്ട് എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കഥയിൽ അതിലെ സംഭവങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഒരു ലക്ഷ്യത്തിലേക്ക് അവിടെ ഇതെങ്ങനെയാണ് ആ ലക്ഷ്യത്തിൽ എത്തുന്നത്, എത്തിയ ലക്ഷ്യം എന്താണ് എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. So the plot of any story, if you're reading a fictional novel, there will be a goal or a problem that the characters are trying to resolve, and that action that moves towards the resolution is the plot. അപ്പോൾ നിങ്ങളൊരു കഥ വായിക്കുക, സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമയിലെ ആരംഭ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ആ പ്രശ്നം ഈ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത് ആ പ്രശ്നത്തിന് അവസാനം ഒരു പരിഹാരം കണ്ടുപിടിക്കും. അതാണ് അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. അതാണ്. അപ്പം എങ്ങനെയാണ് അവർ പരിഹാരം കണ്ടുപിടിച്ചതെന്നുള്ളതും അതുപോലെ തന്നെ ഈ പരിഹാരം എന്താണ് എന്നുള്ളതും ഈ പ്ലോട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. Of the three tools, setting, character, and plot, really the plot is going to communicate most of the meaning and the flow of the story of the passage. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു: പശ്ചാത്തലം, അതിനുശേഷം കഥാപാത്രങ്ങൾ, പിന്നെ പ്ലോട്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്ലോട്ടാണ്. കാരണം ഇവരെ മറ്റ് രണ്ടുപേരും ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന കഥ എന്താണ്, അതിന് ആശയം എന്താണെന്ന് കണ്ടുപിടിക്കുക ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലോട്ടാണ്. എങ്ങനെയാണ് ഈ കഥയിൽ പ്രശ്നം അവർ പരിഹരിച്ച്, ഈ പ്രശ്നം എന്താണ്, ആ പ്രശ്നം എങ്ങനെയാണ് അവർ പരിഹരിച്ചത്, ആ പ്രശ്ന പരിഹാരം ഏത് നിലയിലാണ് എത്തിച്ചേർന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്. Yeah, and so determining the meaning and the relationships of the events are going to be key to doing exegesis and narrative. അപ്പോൾ ഈ പ്ലോട്ട് കണ്ടുപിടിക്കുക എന്നതാണ് ആ സംഭവത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നതാണ്. So a couple of key issues. നമ്മൾ പറയേണ്ട ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ. Narrative events can be related chronologically. This happened, then this happened, then this happened, or they can be related logically. അപ്പോൾ ഒരു കഥയിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത് രണ്ട് നിലയിൽ പുരോഗമിക്കാൻ പറ്റും. ഒന്ന്, സമയബന്ധിതമായി പുരോഗമിക്കാം. ഇന്ന് നടന്നു, നാളെ വേറൊരു കാര്യം നടന്നു, പിറ്റേ ദിവസം ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിങ്ങനെ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് പുരോഗമിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ യുക്തിസഹമായി പുരോഗമിക്കുന്ന കാര്യമുണ്ട്. ഇന്ന സംഭവത്തിന് ശേഷം ഇന്ന സംഭവത്തിന് ശേഷം അതിന് കാലത്തിന് അത്രത്തോളം പ്രാധാന്യമില്ല. അതിൻ്റെ യുക്തിസഹമായിരിക്കുന്ന പുരോഗതിയാണ് വിഷയം. So an example of that would be both Matthew and Luke tell the story of the temptation of Jesus. ഉദാഹരണം പറയുകയാണെങ്കിൽ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കർത്താവിൻ്റെ പരീക്ഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Matthew and Luke's ordering of the three temptations differs. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മത്തായിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പരീക്ഷകളുടെ ക്രമം ലൂക്കോസിന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യാസമാണ്. In the US, United States, people will point to that and say, "See, there's an error in the text." അവരെ കുബുദ്ധികളായിരിക്കുന്ന ആളുകൾ അത് നോക്കിയിട്ട് പറയും, നോക്ക്, ബൈബിളിൽ തെറ്റുണ്ടല്ലോ, മത്തായി പറയുന്ന പോലെ അല്ലല്ലോ ലൂക്കോസ് പറയണത്. I would lean towards one of them is telling the ordering chronologically and one is doing it logically. അപ്പോൾ അതിന്റെ കാരണം ഞാൻ പറയാം. ഒരു എഴുത്തുകാരൻ അത് സമയബന്ധിതമായി പറയുമ്പോൾ മറ്റേ എഴുത്തുകാരൻ അത് യുക്തിസഹമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് അത് ഓർഡർ ചെയ്തേക്കുന്നത്. Matthew will say
that, turn stones to bread, and then he puts a temporal marker in there, which seems to suggest chronology. അവിടെ മത്തായി സുവിശേഷത്തിൽ അവൻ പറഞ്ഞതിന് ശേഷം എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ശേഷം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അപ്പോൾ അത് സമയബന്ധിതമായിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നതെന്നൊരു സൂചനയാണ്. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ അതിൻ്റെ ക്രമം സമയബന്ധിതമായിട്ടാണ് പറയുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സമയബന്ധിതമായിട്ടല്ല പറയുന്നത്, യുക്തിസഹമായ പുരോഗതിയാണ് അത് ഉദ്ദേശിക്കുന്നത്. Luke does not include the temporal marker, and so I wouldn't make a strong argument based on it, but I would lean towards Matthew is probably chronological, Luke is more of a logical ordering. അപ്പോൾ ഞാൻ പറയും, oh yes, I agree. How can I disagree with you? Yeah, okay. ഇത്രയും നല്ലൊരു മനുഷ്യൻ പറഞ്ഞതിനെതിരായിട്ട് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ because his question is, but Luke says that he has written it in order, in the introduction. Yes, but he doesn't say he's written order? Everything in chronological order. Right. Yeah, that is what I want to say. അപ്പോൾ ലൂക്കോസ് ക്രമമായിട്ട് എഴുതിയെന്ന് പറഞ്ഞപ്പം സമയബന്ധിതമായിരിക്കുന്ന ക്രമമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം സമയബന്ധിതമല്ലെന്ന്. ഒരു കാര്യം നടന്നതിന് ശേഷം മറ്റൊരു കാര്യം എന്നുള്ള നിലയിലല്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അവസാന ഭാഗത്ത് നടന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ക്രമമെന്ന് പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ പോലെ യുക്തിസഹമായിരിക്കുന്ന താൻ ഉദ്ദേശിച്ച ഇതിൻ്റെ ഒരു ആശയത്തിൻ്റെ പുരോഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ നിലയിലാണ് അദ്ദേഹം അതിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. I recently read a history book on Robert E. Lee, who was a general in the Civil War of the United States. അദ്ദേഹം ഈ ദിവസങ്ങളിൽ റോബർട്ട് ഇ ലീ എന്ന് പറയുന്ന എബ്രഹാം ലിങ്കൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന സിവിൽ വാറിൽ പങ്കെടുത്ത ഒരു ജനറലാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രം വായിച്ചു. And the story was told, Robert E. Lee was over all the armies of one of the sides. And the story would tell the battles in the west, and it would go through multiple battles. And then the next chapter would be the battles in the east, multiple battles. So there were battles in this chapter that happened after battles in the next chapter. That doesn't make it untrue. He was logically telling us the west and the east. Does that make sense as an example? So it doesn't have to be strictly chronological. I'm going to say it in very simple terms. Yeah. അവിടെ ഒരു കാര്യം സമയബന്ധിതമായി പറഞ്ഞെങ്കിൽ മാത്രമേ സത്യമാകുകയുള്ളൂ എന്ന് വരികയില്ല. ഒരു കാര്യത്തിൻ്റെ വിശദീകരണം പറയുമ്പോൾ അത് രണ്ടാമത് സംഭവിച്ച കാര്യം ആദ്യം പറയുന്നതിനകത്ത് തെറ്റില്ല. ആദ്യമേ സംഭവിച്ചെന്ന് പറഞ്ഞാൽ തെറ്റാ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം അനുസരിച്ച് ആദ്യത്തെ സംഭവത്തെ വിശദീകരിക്കാൻ രണ്ടാമത്തെ സംഭവമാണ് കൂടുതൽ സഹായകരം. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് രണ്ടാമത്തെ കാര്യമാണ്, പിന്നീടാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. So I think we could say Luke is a historian, but he's not just a historian. He's a theologian and he's a pastor. Right. And so he's writing for those. ലൂക്കോസ് ചരിത്രകാരനാണ് നമുക്കറിയാം. എന്നാൽ ലൂക്കോസ് ഒരു ചരിത്രകാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു വേദശാസ്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇടയനുമാണ്, പാസ്റ്ററുമാണ്. And so this question really highlights an example of this next bullet. രണ്ടാമത്തെ പ്രസ്താവനയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അതിൽ വരേണ്ട ചോദ്യമാണ് ഇപ്പോൾ നേരത്തെ തന്നെ ചോദിച്ചിരിക്കുന്നത്. That's not the one I thought it was. Maybe it fell off. The next bullet I think that's important when we're talking about narrative is there is a strength to narrative and a weakness. The strength to narrative is people love stories. അതായത് നമ്മൾ ഈ വിശദീകരണ വേദഭാഗങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കഥ കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. It is easy to engage an audience using narrative by telling stories. അതായത് കഥകൾ പറയുമ്പോൾ കഥകൾ കേട്ട് ആളുകൾ ബോറടിക്കില്ല. കഥകൾ കേൾക്കുന്നത് ആളുകൾക്ക് ഇഷ്ടമാണ്. അതാണ് വിശദീകരണ വേദഭാഗങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം, അതിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ്. But the challenge or the danger of narrative is that it is unlike epistles. It is much more, the meaning is much more indirect. എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലേഖനങ്ങളിലാണെങ്കിൽ നേരെ ചൊവ്വേ കാര്യം പറയുക. എന്നാൽ സുവിശേഷങ്ങളിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരു മറവ് ഉണ്ട്. അപ്പോൾ ആ മറവ്
നീക്കി അതിലെ സത്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ദുഷ്കരമായ കാര്യമാണ്. Paul gives us a command. It's a command. അപ്പോസ്തലനായ പൗലോസ് ഒരു കൽപ്പന നൽകുകയാണ് എങ്കിൽ പച്ചയായിട്ടുള്ള ഒരു കൽപ്പനയാണ്. അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല. If he makes a statement, it's simply a statement. But if a character does something in the story, I have to interpret the meaning of that. Is it good? Is it bad? What is the author trying to communicate? I have to do a lot more work. Right. ഒരു കഥയിലാണ് ഒരു കഥാപാത്രം എന്തെങ്കിലും പറഞ്ഞാൽ ആ കഥാപാത്രം പറഞ്ഞ കാര്യം ശരിയാണോ, അതോ അത് അനുസരിക്കാൻ ഉദ്ദേശിച്ച കാര്യമാണോ, അതോ അത് അദ്ദേഹത്തിന് പറ്റിയൊരു പരാജയമാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ കഥയുടെ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനമനുസരിച്ച് കഥയുടെ പുരോഗതി അനുസരിച്ച് നമ്മൾ നിർണ്ണയിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടെ പണിയാണ്. I think we'll see that as we move forward. So let's look at the parts of a plot story. അപ്പോൾ നമുക്ക് പ്ലോട്ടിൻ്റെ ഭാഗങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. So whether we're talking about a fictional novel, a TV show, or the Bible, stories have common parts. നമ്മൾ ഒരു നോവലിലെ കഥയായിരിക്കാം, അല്ലെങ്കിൽ മൂവിയിലെ കഥയായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളിലെ കഥയായിരിക്കാം. അതിന് സമാനമായിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. The first part of a story, and these are the 7 parts of a story. Not every episode in the Bible will have all 7 parts. ഒരു കഥയിൽ സാധ്യമായ 7 ഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കഥയിൽ എല്ലായ്പ്പോഴും ഈ 7 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. So the prologue introduces characters and setting necessary to understand the story. ഒരു കഥയുടെ ആരംഭത്തിൽ ആ കഥയിലെ കഥാപാത്രങ്ങളെയും അതിലെ സംഭവങ്ങളെയും ഒക്കെ അവതരിപ്പിക്കുന്ന അതിനൊരു മുഖവുര ഒരു കഥയ്ക്കുണ്ടാവും, ഒരു മുഖവുര ഉണ്ടാവും. Why don't we, if you have your Bible, we'll walk through Luke 1 verses 5 to 25 as we talk through this. So maybe turn to Luke 1. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. And as we work on other stories in a minute, we'll have more interaction. I'll just tell you where the parts are in this one. Luke 1. Luke 1, yeah. Verses. So starting in verse 5 through 25, this is the story or the pericope of Zacharias and Elizabeth. It's John the Baptist being his, I'm drawing a blank, foretold, predicted. What's the word? His birth announcement. There you go. Right. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ മാതാപിതാക്കളായിരിക്കുന്ന സക്കറിയാവും എലിസബത്തും അവർക്ക് യോഹന്നാൻ സ്നാപകൻ ജനിക്കാൻ പോകുന്നു എന്ന സംഭവം, ആ കാര്യത്തെക്കുറിച്ച് ദൂതൻ അല്ലെങ്കിൽ അതിനുള്ള വാഗ്ദാനം നൽകുന്ന ആ സംഭവമാണ് 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. And so we're going to see the prologue here in verse 5 and 6. All right. ഈ സംഭവത്തിന് ഒരു മുഖവുര 5-6 വാക്യങ്ങൾ കാണാം. So would you just read it, Babu, in Malayalam? 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ചാല്. Right. Yeah. All right, and so in this first 2 verses, we get a couple things. We get some information about the setting, right? അപ്പോൾ ഈ 2 വാക്യങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചില അറിവുകൾ ഈ 2 വാക്യങ്ങളിൽ ഉണ്ട്. We don't get the physical setting, we'll get that later, but we get a historical setting here. It says in the days of Herod. ചരിത്രപരമായിരിക്കുന്നൊരു പശ്ചാത്തലം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അതായത് ഈ സംഭവം നടക്കുന്നത് ഹെരോദ രാജാവിൻ്റെ കാലത്താണ്. And we get introduced to 2 of our 4 characters in this story. ഈ കഥയിലുള്ള 4 കഥാപാത്രങ്ങളിൽ 2 പേരെ ഈ ആദ്യ വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. Who are 2 characters? ഇവിടെയുള്ള 2 കഥാപാത്രങ്ങൾ ആരാണ്? Zachariah and Elizabeth, right? Yeah, right. Zacharias and Elizabeth. Can you tell right now which one of them is going to be the protagonist? അപ്പോൾ സക്കറിയാവും
എന്ന് പറഞ്ഞപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രം ആരാണെന്ന് പറയാൻ പറ്റുമോ? You really can't, can you? The narrator doesn't tell us at this point. We'll see as the story goes through, the action is primarily done by Zacharias. So Zachariah would be the protagonist. But what does the narrator tell us at this point? What do we learn about these two characters? ഈ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് അറിവാണ് ലൂക്കോസ് ഈ വാക്യങ്ങൾ നൽകുന്നത്? They were priests. Priest, okay, priest. So the narrator right at the beginning tells us that Zachariah has a godly job, right? അവിടെ സക്കറിയാവിനെ കുറിച്ച് ലൂക്കോസ് പറയുന്നത് സക്കറിയാവ് എന്ന് പറയുന്ന ആള് ദൈവവേല ചെയ്യുന്നയാളാണ്. What else are we told? He has a godly job. What else are we told? രണ്ടാമത് അദ്ദേഹത്തെ അവരെ കുറിച്ച് പറയുന്ന കാര്യം എന്താ? They were very godly people. Well, is there anything before that? Yeah. We got one more thing in verse 5. What's in verse 5? What's the second half of verse 5 talk about? Daughter of Aaron, that's right. So remember, as we're looking at the plot, these tools are to help us observe the details. And so we don't want to move too quickly through the text. We see that he's a priest. He has a godly job. We see that he is of the division of Abijah, and she is of the daughters of Aaron. So godly job, godly family, right? അപ്പോൾ അത് വാക്യത്തിൽ നമ്മൾ മനസ്സിലാകുന്ന കാര്യം, ഇദ്ദേഹം പുരോഹിതനാണ്, അപ്പോൾ അതുകൊണ്ട് ദൈവവേല ചെയ്യുന്നയാളാണ്. രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കൂടിയ പാരമ്പര്യമാണ്. അബിയാക്കൂറിലാണ് സക്കറിയാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് അഹ്റോൻ്റെ പുത്രിമാരിൽ ഒരാളാണ്. So now let's move to verse 6. Some of you have already said it. What does verse 6 tell us about these two? ആറാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? They were very righteous. Yeah. So there are priests, there are people that have godly jobs that are really ungodly people. And there's people that have godly families and a godly heritage that are ungodly people, right? Right. അവിടെ ഈ വാക്യത്തിൽ ലൂക്കോസ് നമ്മൾ പറയുന്ന കാര്യം, ദൈവവേല ചെയ്യുന്ന എല്ലാ ആൾക്കാരും നല്ല മനുഷ്യരല്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല കുടുംബത്തിൽ ജനിച്ച എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരല്ല. എന്നാൽ ഇത് അങ്ങനെയല്ല. ഇവർക്ക് നല്ല ദൈവവേല ചെയ്യുന്ന ആൾക്കാരാണ്, നല്ല കുടുംബക്കാരാണ്, ഇവർ നല്ല മനുഷ്യരും. This couple has it all. Godly job, godly family, godly character. അപ്പം ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയാം. ദൈവവേല ചെയ്യുന്ന ആളുകൾ, വളരെ നല്ല കുടുംബ പാരമ്പര്യം, മൂന്നാമത് നല്ല ജീവിതം. So remember what Wes was talking about, that the narrator will oftentimes will influence the way we're supposed to see the character. അവിടെ ഈ കഥാപാത്രങ്ങളെ എങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത് എന്നുള്ളതിൻ്റെ സൂചന ഈ എഴുത്തുകാരൻ ഈ മുഖവരിയിൽ നമുക്ക് തരും പലപ്പോഴും. The narrator doesn't tell us how tall Zachariah is, doesn't tell us what his favorite food is or his favorite, there's a lot that the narrator doesn't tell us. ഈ വാക്യങ്ങളിൽ ലൂക്കോസ് സക്കറിയാവിന് എത്ര ഉയരമുണ്ടായിരുന്നു, സക്കറിയാവ് എത്രത്തോളം സൗന്ദര്യമുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരം എന്തായിരുന്നു എന്നൊന്നും പറയണില്ല. All he tells us, godly job, godly family, godly character. അപ്പോൾ മൂന്ന് പ്രധാന കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് ദൈവവേല ചെയ്യുന്ന ആളുകളായിരുന്നു, ഇവർ നല്ല കുടുംബത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു, ഇവർ നല്ല മനുഷ്യരായിരുന്നു. What is the narrator wanting us to think about this couple? അപ്പോൾ ഈ രണ്ടുപേരെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചിന്തിക്കണമെന്നാണ് ഈ എഴുത്തുകാരൻ വിചാരിക്കണേ? They're godly. Yeah, they're a great couple. അവരെ നല്ല ഭർത്താവും നല്ല ഭാര്യയുമാണ്, കൂടിയ ആൾക്കാരാണ്. And if you were a Jewish person and you see someone who's godly job, godly family, godly character, what type of life do you think those people should be living? ഇത്രയും കൂടിയ ആൾക്കാരാകുമ്പോൾ, നല്ല ഭക്തന്മാരായ ആൾക്കാർ, ആത്മാർത്ഥമായി ദൈവവേല ചെയ്യുന്ന ആൾക്കാർ, കുടുംബമാണെങ്കിൽ എന്തൊരു കുടുംബമാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ ആയിരിക്കും ഇവർ ജീവിക്കുന്നത്? ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? You would expect them to be living a blessed life, right? അനുഗ്രഹീതമായൊരു ജീവിതമായിരിക്കും അല്ലേ?
And so maybe this story is going to be about their vacation, or maybe it's going to be about, Zechariah wins the lottery, or just some great thing that's going to happen in Zechariah's life, right? ഇത്രയും കൂടി ആൾക്കാരാകുമ്പം സക്കറിയാവിനും എലിസബത്തിനും എന്തോ വലിയ അനുഗ്രഹങ്ങൾ വന്നു, ഇവർ കൂടി ആൾക്കാരാണ് എന്നായിരിക്കും ഒരു പക്ഷേ ഇവർ പറയാൻ പോകുന്നല്ലേ? ലൂക്കോസ് അങ്ങനെ ആയിരിക്കും പറയാൻ പോകുന്നത്. And so in the prologue, the author has told us everything he wants us to know. These are the days of Herod, and we can make interpretation based on that, and this is a godly couple. രണ്ട് കാര്യം നമ്മൾ ഈ രണ്ട് വാക്യത്തിൽ നിന്ന് പറയാൻ പറ്റും. ഈ സംഭവം നടക്കുന്ന ഹെരോദ രാജാവിൻ്റെ കാലത്താണ്. രണ്ടാമത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ഭക്തന്മാരായ, ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാരായ ആളുകളാണ്. Now, in every story after the prologue, there will be either a conflict introduced, a problem to be resolved, or a goal to be achieved. അത് ഈ മുഖവുര കഴിഞ്ഞതിന് ശേഷം ഒരു കഥയിൽ നമ്മൾ കാണുന്നത് ഒന്നുകിലൊരു പ്രശ്നം, അല്ലെങ്കിൽ ഒരു 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 പ്രശ്നം, അല്ലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ സംഘർഷം. ഒന്നുകിലൊരു പ്രശ്നം, അല്ലെങ്കിൽ സംഘർഷം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം. ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം ഇത് ഈ മുഖവുരയ്ക്ക് ശേഷം അവതരിപ്പിക്കും. What are we going to get in verse 7? ഏഴാമത്തെ വാക്യത്തിൽ a problem. എന്താ പ്രശ്നം? എന്താണ് അവതരിപ്പിക്കുന്നത്? Problem, that's right. Somebody read just the first 3 or 4 words of verse 7. ഏഴാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. So Elizabeth is barren, right? അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എലിസബത്ത് മച്ചിയാണ്, അല്ലെങ്കിൽ എലിസബത്തിന് മക്കളെ പ്രസവിക്കാൻ കഴിയുകയില്ല. And you think the divine math equation breaks down. Good job, good family, good character equals good life. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല വേല ചെയ്യുന്ന ആൾക്കാർ, നല്ല കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, നല്ല മനുഷ്യർ, ദൈവത്തെ ഭയപ്പെടുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ല ജീവിതം വേണ്ടേ? ഒരു അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ജീവിതം കിട്ടണ്ടേ? എന്നാൽ അതിവിടെ നടക്കണില്ല. ദൈവത്തിൻ്റെ സമവാക്യത്തിൽ ഈ നിലയിലല്ല കാര്യങ്ങൾ പോകുന്നത്. There is then a third phase of a story. It is called the complication or the development of a story. എന്നിട്ട് ഈ പ്രശ്നം അവതരിപ്പിച്ചതിന് ശേഷം ഈ പ്രശ്നത്തിൻ്റെ പുരോഗതി, പ്രശ്നം ഗുരുതരമാകുകയാണോ, പ്രശ്നം ഏത് നിലയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരണം സാധാരണഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. Those would be events or relationships or circumstances that make the action more intense or makes the problem bigger, the goal harder. അവിടെ അടുത്ത പ്രസ്താവന അവതരിപ്പിക്കപ്പെട്ട പ്രശ്നം അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് വിശദീകരിക്കുന്ന കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. What is the complication in verse 7? ഏഴാമത്തെ വാക്യത്തിൽ ഈ പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ എന്താണ്? She's barren, right? That's a problem. But she's also what? She's old. കൂനിന്മേൽ കുരു. അവിടെ ഇവരെ മച്ചിയാണെന്നുള്ള മാത്രം പ്രശ്നമല്ല, പ്രായം ചെന്നവരുമായിരുന്നു. She can't have a baby and she won't be able to have a baby. You see how that intensifies the problem? അവിടെ ഇദ്ദേഹത്തിന് മക്കളെ പ്രസവിക്കാനുള്ള കഴിവില്ല എന്നത് ഒന്നാമത്തെ പ്രശ്നമാണ്. ഇപ്പം പ്രായമായി എന്ന് പറഞ്ഞപ്പോൾ മക്കളെ പ്രസവിക്കാനുള്ള സാധ്യതയും ഇല്ല എന്നതാണ് രണ്ടാമത്തെ. And just a note right here on how you would preach a narrative like this. അപ്പോൾ എങ്ങനെയാണ് ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം പ്രസംഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രീതിയും കൂടെയാണ് ഇത്. We showed last night with an epistle, your structure of your sermon is going to be really the outline or the structure of the text. അപ്പോൾ ലേഖനത്തിൽ നമ്മൾ പ്രസംഗത്തിൻ്റെ ഘടന
വേദഭാഗത്തിൻ്റെ ഘടനയാണ്. And you want to make application or really make sure they understand, your audience understands the main points, the main emphasis of the text. അപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം നമ്മൾ ആ വേദഭാഗത്ത് നിന്ന് കണ്ടെത്തിയ പ്രധാന ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സത്യങ്ങൾ ആളുകൾ മനസ്സിലാക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. When I preach narrative, the structure of my sermon is really this plot structure. I tell the story just like we're telling it right here. അപ്പോൾ എന്നാൽ ഒരു വിശദീകരണ വേദഭാഗത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ കഥയുടെ പുരോഗതിയാണ്. ആ കഥ പറയുക, കഥയിൽ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുൻപോട്ട് പുരോഗമിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഗതി. And I always ask myself, where does the author put the emphasis of the text? Where does the text really create a problem for me and my audience? Does that make sense? Right. അവിടെ ഈ കഥയിൽ ആദ്യമേ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു, അതിനുശേഷം പ്രശ്നം അവതരിപ്പിച്ചു. അവിടെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എഴുത്തുകാരൻ എവിടെയാണ് പ്രത്യേകമായിരിക്കുന്ന ഊന്നലുകൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. And oftentimes in this conflict and complication sections, there's going to be an issue that is an issue not just for the character, but for all of us. അവിടെ ഈ കഥയിൽ ഉള്ളതായ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സംഘർഷം എന്ന് പറയുന്നത് ഈ കഥാപാത്രങ്ങൾക്ക് മാത്രമുള്ളൊരു സംഘർഷമല്ല, യഥാർത്ഥം നമ്മുടെ കേൾവിക്കാർക്കും ആ സംഘർഷത്തിൽ പങ്കുചേരാൻ സാധിക്കുന്ന അവരുടെ പ്രശ്നം കൂടെയാണത്. And that's where you're going to want to slow down and illustrate and explain and really apply that. അവിടെയാണ് നമ്മളുടെ കഥയിലെ സംഭവം മനുഷ്യജീവിതത്തിൻ്റെ സംഭവമായിട്ട് കൂട്ടിമുട്ടുന്നത്. അവിടെയാണ് മനുഷ്യരെയും നമ്മുടെ കേൾവിക്കാരെയും ഈ ദൈവവചനത്തെയും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നത്. In this passage, I might say, after we talk about they're godly, and yet their life has not turned out right because they're barren and old. I might say, don't move too quickly past that. അവിടെ ഞാൻ പറയും, നല്ല കുടുംബം, നല്ല ലക്ഷ്യങ്ങൾ, നല്ല ഉദ്ദേശ്യങ്ങൾ, നല്ല ജോലി, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ട നല്ല വേല, നല്ല മനോഭാവം, അല്ലേ, ഭക്തരായ മനുഷ്യർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു ജീവിതമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ അതിൽ നമ്മൾ വളരെ വേഗം അങ്ങ് പോകരുത്. And then I might want to develop that idea that, God has not kept up his end of the agreement, that life has not turned out the way they wanted. And I might talk about the shame, the loss, the hurt they would have felt day after day for years. When they see all their friends have their kids grow up, when they see as older people are being taken care of by their children, they have nothing. ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് അതിനെ ഒരുമിച്ച് ചേർക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു യഹൂദ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന ജീവിക്കുന്ന സക്രിയാവും എലിസബത്തും ഭക്തന്മാരായിരിക്കുന്ന ദൈവമനുഷ്യർ, അവർ അനുഭവിച്ച ലജ്ജ, അവർക്ക് മക്കളില്ല എന്ന് പറയുന്ന ലജ്ജ, മാത്രമല്ല അവർക്കുള്ളതായിരിക്കുന്ന നഷ്ടബോധം. അവരുടെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ മക്കൾ അവരെ പ്രായമുള്ളവരെ നോക്കുന്നു, അവർക്ക് അങ്ങനൊരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവർക്ക് അതൊന്നുമില്ല, ഇവർക്ക് മക്കളില്ല എന്നൊരു വലിയ ഗുരുതരമായ പ്രശ്നം അവർ ചെയ്തിട്ടുണ്ട്. And that's where I would say, I would probably move to application, some application right there. Have you ever been there? I have. I remember when my wife had cancer, laying in bed in the middle of the night, unable to sleep, saying, God, I wouldn't do this to my child. I don't understand. അപ്പോൾ ഞാൻ ആ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയായിട്ട് എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലിൽ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ പിള്ളേരോട് ഇങ്ങനെ ചെയ്യില്ല. എന്താ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? And that
this story connects with all of our lives, doesn't it? നമ്മളുടെ പ്രതിസന്ധികളെ വിശദീകരിക്കുവാനായിട്ട് എലിസബത്തിൻ്റെയും സക്കരിയാവിൻ്റെയും ജീവിതത്തിലെ പ്രശ്നം നമുക്ക് നിശ്ചയമായിട്ടും അത് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. Because we have all, it may not be a child, it may be a job, it may be our health, it may be some other circumstance, but we have all felt the sting of God not doing what we expected Him to do. ദൈവം ചെയ്യണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യുന്നില്ല എന്ന ബുദ്ധിമുട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. And so a lot of times I will slow down in the conflict and complication section and say, don't move too past the emotion. Don't move too past the human element of what's happening here. അവിടെ ഈ പ്രതിസന്ധി കഥാപാത്രങ്ങൾക്ക് മാത്രമുള്ള പ്രതിസന്ധിയല്ല, ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധിയിൽ നമ്മൾ കുറച്ച് നേരം നിൽക്കണം. കാര്യം എന്ന് ചോദിച്ചാൽ ഇത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ബാധകമായ പ്രതിസന്ധിയാണ്. Then we have the turning point as the fourth part of a story. ഇതിൽ നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം തിരിയുന്നൊരു സമയമുണ്ട്. This is not the solution of the story, but it's the climax of the action. അവിടെ ഇത് കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട ഒരു സന്ദർഭം ഉള്ള രീതിയിലല്ല, പിന്നെ കാര്യങ്ങളുടെ ഗതി മാറി എന്ന നിലയിൽ ഒരു ക്ലൈമാക്സ് എന്നുള്ള എന്താ പറയുന്നത്, പാരമ്യ, ഉച്ചകോടി അല്ലേ, ഉച്ചകോടിയിലേക്ക് വരുന്നു, പാരമ്യത്തിലേക്ക് വരുന്നു. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല, പക്ഷേങ്കിൽ കാര്യങ്ങളുടെ സ്ഥിതി മാറി. അങ്ങനെ ഒരു സംഭവം, അതിനെ നമ്മൾ ടേണിംഗ് പോയിന്റ്, വഴിത്തിരിവാ, അതാണ് വേണ്ടത്. And oftentimes it's easy to determine the conflict because that or the goal that's very clear, and it's easy to determine the resolution because that's the solution to the conflict. But these other parts, it's hard to know where one starts and one stops. അവിടെ നമ്മൾ പ്രശ്നം ഒരുപക്ഷെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്, അതുപോലെ തന്നെ പ്രശ്നത്തിന് പരിഹാരവും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. എന്നാൽ എവിടെയാണ് ഈ സംഭവം വഴിത്തിരിവ്, എവിടെയാണിത് മാറുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഒരുപക്ഷെ അത്രയും എളുപ്പമല്ല. And there's two places in this story where I think we can move from complication to turning point. ഈ സംഭവം, ഈ കഥയിലെ രണ്ട് രംഗങ്ങൾ വഴിത്തിരിവ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ള രംഗങ്ങളാണ്. Oftentimes we move to different parts of the story with the introduction of a new character or a change of the setting. അപ്പോൾ ഈ കഥയുടെ പുരോഗതി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചാൽ, കഥയുടെ പുരോഗതിയിൽ ഒരുപക്ഷെ ഒരു പുതിയ കഥാപാത്രത്തിൻ്റെ പ്രവേശനം, അത് കഥയുടെ പുരോഗതിയാണ്. We have two changes in our setting here in the story. ഇവിടെ ഈ കഥയിൽ അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. The first is in verse 8. എട്ടാമത്തെ വാക്യത്തിൽ ആദ്യത്തെ കാര്യം കാണാം, where Zechariah goes from his home village to now he's serving in Jerusalem. അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് യെരൂശലേമിലേക്ക് പോകുന്നു. And the next is in verse 9 when he enters the temple. ഒൻപതാമത്തെ വാക്യത്തിൽ തൻ്റെ ശുശ്രൂഷ ദേവാലയത്തിൽ ആരംഭിക്കുന്നു. So we have three settings in this story. We have his home village, we have Jerusalem, and we have inside the temple as we're tracking settings. ഇവിടെ മൂന്ന് സ്ഥലങ്ങൾ ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സക്കരിയാവും എലിസബത്തും താമസിക്കുന്ന ഗ്രാമം, Jerusalem. Is that, I don't know if that's me or what I would recommend is that verse 8, the movement to Jerusalem, is more of the development of the story, that Zechariah is moving towards resolution without knowing it as he moves into Jerusalem to fulfill his duty. യെരൂശലേമിലേക്ക് സക്കരിയാവ് വരുന്നത് തൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനുള്ള ഒരു മുഖാന്തരമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. And while he's there, he's chosen to go in, and we're told in verse 10 that the whole multitude, so we're introduced to a third character. We have Zechariah, we have Elizabeth, and now we have the people. Remember we talked about a type, a group. We have the people
And I would see that as part of the development as well. They are praying for him. അവിടെ ഒരു കഥ പുരോഗമിക്കുന്നതിന് പശ്ചാത്തലം വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു സൂചനയാണ്. രണ്ടാമത് ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കഥയുടെ പുരോഗതി കാണിക്കുന്നതാണ്. ഇവിടെ പശ്ചാത്തലത്തിന് വ്യത്യാസം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു പുതിയ കഥാപാത്രത്തെ നമുക്ക് കാണാൻ പറ്റും. അത് ആരാണ്? പ്രാർത്ഥിക്കുന്ന ജനസമൂഹം. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു ഗ്രൂപ്പായിട്ട് പറയുന്ന ടൈപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അത് കഥയുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. And then in the turning point, I would put the conversation in the temple. അവിടെ ഈ വഴിത്തിരിവ് എന്ന് പറയുന്ന കാര്യം സക്കരിയാവും ദൂതനും തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് ഞാൻ പറയും. And if I was preaching this, I wouldn't say we're now going to the turning point. You're just telling the story. And so what you're going to do is show the change in action by saying, notice what the angel says, who's our fourth character. Notice what the angel says to Zechariah. സക്കരിയാവിനോട് ദൂതൻ പറയുന്നത് ശ്രദ്ധിക്കുക. He says, do not be afraid. അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടേണ്ട. Verse 13, your prayer has been heard. രണ്ടാമത് പറഞ്ഞത്, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. From Zechariah's response, those prayers had probably been prayed years ago when having a child was even a possibility. അവിടെ സക്കരിയാവിന് പറയാനുള്ളത്, കർത്താവേ, ഒരുപാട് കാലം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. Probably is it possible that Zechariah thought that, which prayer? Maybe, maybe. Yeah, very much. And the third thing he says, you will have joy and gladness. As we've talked about shame resulting from no baby, you're going to have joy and gladness because you're going to have a son. നിനക്ക് സന്തോഷവും നിനക്ക് ആനന്ദവും ഉണ്ടാകും, കാരണം നിനക്കൊരു മകൻ ജനിക്കും. And then he's going to say a fourth thing, and I think this was too much for Zacharias. നാലാമതൊരു കാര്യം കൂടെ പറഞ്ഞു, അത് സക്കരിയാവിന് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. He will be great before the Lord, and he will turn many of the children of Israel to he tells him he will be the forerunner. He's not just a son, he's the forerunner of Messiah. അവിടെ ഈ മകൻ വലിയവനാകും എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ മകൻ മശികയ്ക്ക് മുന്നോടിയായി വരാൻ പോകുന്നയാളാണ്. I would preach again on the turning point. അവിടെ ഈ വഴിത്തിരിവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കും. That thing that is in your life that you don't understand why God lets it be there, He knows it's there. He hears you. He's doing something, and oftentimes what He's doing is far greater than you could ever want or imagine. അവിടെ ഞാനതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾ അവഗണിക്കപ്പെട്ടിട്ടില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കുന്ന അവസരത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതിനേക്കാളും ശ്രേഷ്ഠമേറിയ കാര്യമാണ്. And so we take the very words of the angel to Zechariah and we can apply those right in the story to the pain that we know our audience is feeling. നമ്മുടെ കേൾവിക്കാരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സക്കരിയാവിൻ്റെ ജീവിതത്തിലെ ഈ സംഭവത്തിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. But so Luke could have just given us some commands. He could have talked about suffering maybe the way Peter does in 1 Peter 1, but he gives us a story so we can feel it. ലൂക്കോസിന് ഇതൊരു പ്രസംഗമായിട്ട് പറയാമായിരുന്നു കേട്ടോ. സക്രിയാവും എലിസബത്തും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവം സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും, നിങ്ങൾ വിചാരിച്ചതിനേക്കാളും മെച്ചമായിരിക്കുന്നൊരു ഭാവി നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെ പച്ചയായിട്ട് പറയായിരുന്നു കേട്ടോ. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം പറയണത്. അദ്ദേഹം ഇതൊരു കഥയായി സംഭവമായി നമ്മളോട് പറയുകയാണ്. അതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ സക്കരിയാവിനുണ്ടായ ആ മനോഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ നമുക്കും
പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. ഒരു പ്രസംഗത്തിൽ സാധിക്കില്ല. ഇത് സംഭവത്തിൽ അതിൻ്റെ ഭാഗമായി തീരുന്ന ഒരു ചലച്ചിത്രം പോലെ അതിൻ്റെ ഭാഗമായി തീരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക വികാരം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. So when we're preaching, we say, how is the problem in the story? How's the character's problem similar to our problem? And how does the resolution to the problem, often carried out by God, speak to how God works in our life? And we really just tell the story. We say, look and see what God did for him and what God does for you. And it engages people in a different way than the epistles do. അവിടെ ഇത് വളരെ ഹൃദ്യമായ നിലയിൽ ദൈവവചനം മനുഷ്യർക്ക് മനസ്സിലാക്കാനുള്ള ഒരു മുഖാന്തരമാണ്. അപ്പോൾ ഈ കഥയിലെ ആളുകളുടെ വികാരം, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ദൈവം വരുത്തിയ പ്രശ്ന പരിഹാരം, ഇത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ദൈവം എങ്ങനെ തൻ്റെ ഹിതപ്രകാരം പരിഹരിക്കുന്നു എന്നുള്ളതിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ്. So after the turning point, we have what we call the consequence. The consequence is the outcome of the central turning point. അവിടെ ഈ വഴിത്തിരിവിന് ശേഷമുള്ള കാര്യമെന്ന് പറയുന്നത് ഈ വഴിത്തിരിവ് കൊണ്ട് വരുന്ന വ്യതിയാനങ്ങളാണ്, അതിൻ്റെ അനന്തരഫലങ്ങളാണ്. എന്താണ് ഈ വഴിത്തിരിവ് കൊണ്ട് സംഭവിച്ചത് എന്നതാണ്. And oftentimes you'll see that what was introduced into the story on the complication or development section gets resolved or referred to in the consequence section. അവിടെ ഈ വഴിത്തിരിവ് കഴിഞ്ഞതിന് ശേഷം അവർക്കുണ്ടായിരുന്ന പ്രശ്നം എങ്ങനെയാണ് ദൈവം പരിഹരിക്കുന്നത് എന്നതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത്. It says up here he goes into the temple, down here he comes out of the temple. ആദ്യ ഭാഗത്ത് സക്കറിയാവ് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ വഴിത്തിരിവിന് ശേഷം അദ്ദേഹം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. Up here the people are praying. Down here it says the people are worrying. They're wondering, why is he in there so long? അവിടെ ആദ്യ ഭാഗത്ത് അദ്ദേഹം അകത്തേക്ക് പോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചു വരുമ്പോൾ ആളുകൾ ഇത്രയും നേരം സക്കറിയാവ് എങ്ങനെ ഇതിനകത്ത് ഇത്രയും വരാൻ വൈകുന്നത് എന്താണ് എന്ന് വിചാരിച്ച് അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. Then the sixth part is the resolution, and this is the resolution of the problem or the accomplishment of the goal. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രശ്ന പരിഹാരമാണ്. എങ്ങനെയാണ് ദൈവം ഈ പ്രശ്നം, അല്ലെങ്കിൽ ലക്ഷ്യമാണ് എങ്കിൽ എങ്ങനെയാണ് ലക്ഷ്യം സാധിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ്. Our resolution is in verse 24 and 25. 24-25 വാക്യങ്ങളിൽ പ്രശ്നപരിഹാരം എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 24-25. All right, thank you. So up here, the problem that was introduced was she was barren. There's no baby, right? അവിടെ ആദ്യ ഭാഗത്ത് പ്രശ്നം അവതരിപ്പിച്ചു. എന്താണ് പ്രശ്നം? അവള് മച്ചിയാണ്, അവൾക്ക് മക്കളില്ല. Down here on the resolution, what is the text say in verse 24? പ്രശ്ന പരിഹാരമായിട്ട് എന്താണ് ലൂക്കോസ് പറയുന്നത്? She conceives. There's a baby. അവൾ ഗർഭം ധരിച്ചു. And is that the only thing that gets addressed? ഒരു കാര്യം മാത്രമേ ദൈവം അതിൽ എഴുത്തുകാരൻ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. Notice verse 25. 25. My reproach is taken away. അവളുടെ നിന്ന മാറിപ്പോയി. Up here in the problem, she doesn't have a baby, and the text doesn't say because she doesn't have a baby, there would be cultural shame as a result of that. But 25 tells us there was, and God addressed that as well. അവിടെ മക്കളില്ലായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൂക്കോസ് അതിനോട് ചേർത്ത് അവർക്ക് നിന്നയുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ല. എന്നാൽ നിന്ന നീങ്ങിപ്പോയി എന്ന് അവസാനം പറയുമ്പോൾ നിന്ന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആദ്യത്തെ ഭാഗത്ത് വ്യക്തമാണ്. Yeah. And so then the seventh part of a story is the epilogue, and it
provides closure. So really verse 25 would probably be the epilogue to the story. ആറാമത് പറയാനുള്ളത് ഉപസംഹാരം എന്ന് പറയാം. ഈ കഥ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന കാര്യം. Okay. So if you want to go to the next slide, Corey. Well, you can. So last night, Corey put all the slides and attachments in the WhatsApp group. Right, so if right. you're not in the WhatsApp group, you may want to get into it. But all this is available to you. This is, we'll show you in a little bit. Oftentimes, this is a way to plot out, to design the plot structure. And it works almost, this is the intensifying action. This is the turning point, and this is the declining action towards the solution. Does that make sense? അപ്പോൾ ഈ പ്ലോട്ട് എങ്ങനെയാണ് ഈ കഥയിൽ പുരോഗമിക്കുന്നത് എന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്ത് നമുക്ക് പ്രോലോഗ് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പ്രശ്നം അവതരിപ്പിക്കുന്നു, ആ പ്രശ്നത്തും വർദ്ധിക്കുന്ന അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്ന കാര്യം, പിന്നെ വഴിത്തിരിവ്, എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നത്, അതിനുശേഷം അതിൻ്റെ ഉപസംഹാരം. ആ നിലയിലാണ്. Yeah, so this is the same information we talked through, and you'll have it in the WhatsApp group. But it just lays it out in a visual way, so you can see prologue, conflict, development, or complication. You see the same pieces. So ഇത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ദൃശ്യരൂപം എന്നേ ഉള്ളൂ. So let's do one. You may show the blank one. So like this just shows those 7 pieces. And then what I'd like to do is look at Matthew briefly. Matthew 2. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. And I was going to show you one of the handouts that you have in your WhatsApp. So when I work with narrative, I work on my computer. So I know some people work on paper, some people work on computers, iPads. I do computer. Some people do it in their mind. Some in their mind, yes. So you're going to have a page like this in your WhatsApp group, and you'll have this one, and then you'll have a blank one if you wanted to print it off and use it. But at the top it has the 4 settings, and then here are the characters. And so this is filled out for Matthew 2. If you want to go to Matthew 2. Right. ഒരു വാട്സപ്പിൽ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ അതിൽ ഒരു അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സെറ്റിങ്, ക്യാരക്ടർ, ഈ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായിരിക്കുന്നൊരു വിശദീകരണം നമുക്ക് ആ ആർട്ടിക്കിളിലുണ്ട്. അത് നിങ്ങൾ നോക്കി. അപ്പോൾ ഈ മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തെ അധികരിച്ച് അത് മുഴുവനും അവർ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And so I'm just going to talk through this one quickly because I want to leave time for us to do some work in Genesis together. Is it in the afternoon or is it before? Because it is 12:20. And we stop at 1? Yeah. Okay. Yeah, I think we'll see if we can do at least one of them before. Okay. I'll just try to do this quickly. Right. So, well, and some of that, but that's a lot is you. So yeah, maybe we'll do one before and one after. Okay. So we'll try that. Yeah. So if you were to look at this sheet, what we've tried to do is to look at the 4 settings. And the physical setting in Matthew 1:12-25 is going to be that it's set in Bethlehem of Judea and Jerusalem. 2 cities are our setting. അവിടെ നിങ്ങൾ 2-ാമത്തെ അധ്യായം, മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം നോക്കുകയാണെങ്കിൽ ഈ ആ സംഭവം നടക്കുന്ന അതിൻ്റെ സ്ഥലം, അവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ബേത്ലഹേം, യഹൂദയിലെ ബേത്ലഹേം, അതുപോലെ തന്നെ യെരുശലേം. The historical setting is going to be during the days of Herod the king. ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹെരോദ രാജാവിൻ്റെ കാലത്താണ് ഇത് സംഭവിക്കുന്നത്. And this page has nothing on really the cultural and theological.
അതിലെ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വേദശാസ്ത്ര പശ്ചാത്തലത്തെക്കുറിച്ചോ രണ്ടാമത്തെ അധ്യായത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. And this bottom half will list the character. So we have 5 characters in this story. രണ്ടാമത്തെ അധ്യായത്തിലെ കഥയിൽ 5 കഥാപാത്രങ്ങളുണ്ട്. It has the role they play. അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ ഏത് നിലയിലാണ് ഈ കഥയിൽ അവരുടെ ഭാഗം അഭിനയിക്കുന്ന അല്ലെങ്കിൽ അവർ ആ ഭാഗം വഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റും. The type of character they are, and then the characterization, some things that the text tells us about those characters. ഈ നമ്മുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ മത്തായി നമുക്ക് നൽകുന്നുണ്ട്. So if you're teaching through Genesis or something, you could use a page like this to just put notes on to organize your thoughts. നിങ്ങൾ നമ്മുടെ ചിന്തകളെ ക്രമപ്പെടുത്തുന്നതിന് ഈ നിലയിലുള്ള ഒരു ചാർട്ട് നമുക്ക് സഹായകരമാണ്. In this story, we're going to be introduced to 5 characters. We'll be introduced to Jesus, Herod, and Magi. I'm sorry. Jesus, Herod, and Magi, all in verse 1. ഒന്നാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു, ഹെരോദ രാജാവ്, ജ്ഞാനികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ. Jesus in this story is going to be an agent. If you remember from what Wes was saying, it sounds sacrilegious to not say he's the protagonist, but in this story he's an agent. അവിടെ എല്ലാ കഥയിലും അല്ലെങ്കിൽ സുവിശേഷങ്ങൾ കാണുന്ന എല്ലാ കഥയിലും യേശുക്രിസ്തുവാണ് മുഖ്യ കഥാപാത്രം എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഈ കഥയിൽ യേശുക്രിസ്തു അല്ല മുഖ്യ കഥാപാത്രം. കർത്താവായ യേശുക്രിസ്തു മുഖ്യ കഥാപാത്രം അല്ലെങ്കിൽ അതിലെ സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന, കഥയെ പുരോഗമിപ്പിക്കുന്ന ഒരു മുഖാന്തരമായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. I'm going to suggest that Herod is an agent, that he's not the antagonist, he's an agent. അപ്പോൾ ഹെരോദ രാജാവിനെയും ഒരു ഏജന്റ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. And this is where I think sometimes trying to answer these questions are helpful, because we would probably normally make him the antagonist, but as we look at the details of the story, I think you'll see he is just helping the story move along. He's not the problem. ഹെരോദ രാജാവിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ വായിച്ചാൽ അതിലെ വില്ലൻ എന്ന് പറയുന്ന ഹെരോദാവാണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ അദ്ദേഹം അല്ല അവിടുത്തെ വില്ലൻ. അദ്ദേഹം കഥ പുരോഗമിക്കുവാനുള്ള ഒരു മുഖാന്തരം മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. വൈ ഡു യു തിങ്ക് സാർ? ബിക്കോസ് യു നോ he is we'll talk through it in a minute. Yeah, okay. We'll talk through, and then I'd love to know your thoughts if you like. Right. And that's where preachers differ. This is indirect, so right. we may disagree and we benefit from those conversations. Right. So yeah. അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ വിയോജിക്കാനുള്ള അനുവാദമുണ്ട്. അവിടെയാണ് നമുക്ക് പരസ്പരം കൂടുതൽ ആഴങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രസംഗം പറയുന്നതെല്ലാം സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. വിയോജിക്കാനുള്ള ന്യായമായ കാരണങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായും. So sometimes this type of study takes humility to be able to say I may be wrong, or we learn from each other, but there's value. It is very difficult to be humble though. Yes it is. അപ്പോൾ ചില സമയത്ത് പ്രസംഗകന്മാർക്ക് വിനയം ആവശ്യമായിട്ട് വരും. ബുദ്ധിമുട്ടാണെന്ന് അറിയാം, എങ്കിലും വിനയം ആവശ്യമായിട്ട് വരും. I'm going to suggest that the Magi are the protagonist. അവിടെ ഈ കഥയിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് വിദ്വാൻമാരാണ്. And I'm going to suggest they're a protagonist in the story, but they're a foil. Remember, a foil contrasts with the main character. They're a foil in the book of Matthew. In the whole book of Matthew? Yeah. Oh, okay. Yeah, it's great. അവിടെ ഈ കഥയിൽ വിദ്വാൻമാർ ഒരു പ്രധാന കഥാപാത്രമാണ്. മത്തായി സുവിശേഷം മുഴുവനും പരിശോധിച്ചാൽ വിദ്വാൻമാരെന്ന് പറയുന്നത് ഫോയിലാണ്. എന്ന് പറഞ്ഞാൽ സമർപ്പണത്തെ അളക്കാനുള്ള ഒരു അളവുകോലായിട്ട് അവരെ ആണ് രണ്ടാമത്തെ അധ്യായത്തിൽ അവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. And I'm going to suggest the chief priests and the scribes of the people are our fourth character, and I'm going to suggest they're the antagonists. അവിടെ മൈക്കിൻ്റെ അഭിപ്രായത്തിൽ വില്ലന്മാർ എന്ന് പറയുന്നത് പുരോഹിതന്മാരും ന്യായശാസ്ത്രിമാരും ആണ് അതിലെ യഥാർത്ഥ വില്ലന്മാർ. And then the fifth character we have is the people of Jerusalem,
and they are simply a type, they're a functionary, they just add a little background. അപ്പോൾ അതിൽ അഞ്ചാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജെറുസലേമിലെ നിവാസികളാണ്. അവർ ഈ കഥയിൽ പുരോഗതിക്ക് വേണ്ടി ഉള്ള ഭാഗം മാത്രമേ അവർ വഹിക്കുന്നുള്ളൂ. So, why would they be the antagonists? We'll talk about it, and then I would love to see if y'all agree or disagree. We'll talk. Yes, sir. Okay. So let me do this, and we'll see. So the prologue I'm going to suggest is just like we did last time. I'm going to tell you the sections, and then when we go to Genesis, I'm going to ask you to find the sections. Right. But the prologue is going to be Matthew 2 verse 1. ഇതിൻ്റെ മുഖവുര എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യമാണ്. And so maybe have someone read that. രണ്ടിനെ ഒന്നൊന്ന് വായിക്കാം. So Jesus is born in Bethlehem of Judea in the days of Herod. That's where we're getting a lot of our setting that we talked about. പശ്ചാത്തലം 1-ാമത്തെ വാക്യത്തിൽ ലഭിക്കുന്നു. ഹെരോദ രാജാവിൻ്റെ കാലത്ത് കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചു. And we are introduced to Jerusalem as well. യെരുശലേമിനെ കുറിച്ചുള്ള പ്രസ്താവനയുണ്ട്. And we get those three characters. We get Jesus who is born, Herod, and we get the wise men from the east, right? മൂന്ന് കഥാപാത്രങ്ങളെയും ഈ മുഖവുരയിൽ അവതരിപ്പിക്കുന്നു. ഒന്നാമത് കർത്താവ്, രണ്ടാമത് ഹെരോദാവ്, മൂന്നാമത് വിദ്വാൻമാർ. And so just notes I make to myself, like you could do that on the back page of this has a back page where you could do the plot. I just say we have two arrivals. We have the birth of a baby and we have the arrival of these wise men. So two very different arrivals. രണ്ട് പ്രത്യേക ആഗമനങ്ങൾ നമുക്ക് കാണാം. ഒന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനമാണ്, ജനനമാണ്. രണ്ടാമത്തത് വിദ്വാൻമാരുടെ ആഗമനമാണ്, അവരുടെ വരവാണ്. And we have, you could really say the prologue goes to the first part of verse 2 because we have two kings. ഇവിടെ രണ്ട് രാജാക്കന്മാരെ കാണാൻ പറ്റും. We are introduced in verse 1, Herod, and he's called the king. ഹെരോദ രാജാവ് എന്നാണ് വിളിക്കുന്നത്. And in verse 2, the wise men say, where is he who has been born the king of the Jews? രണ്ടാമത്തെ വാക്യത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? So Jesus is only called king in Matthew twice. Here at his birth by a Gentile, and then at his crucifixion by a Gentile. It's interesting. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ രണ്ട് പ്രാവശ്യമേ മത്തായി സുവിശേഷത്തിൽ രാജാവെന്ന് വിളിക്കുന്നുള്ളൂ. ആദ്യത്തെ വിളി ഇവിടെയാണ്. പിന്നീട് ക്രൂശിക്കപ്പെടുമ്പോൾ വേറെ ഒരു ജാതീയ ശതാധിപൻ അല്ലേ, അദ്ദേഹവും രാജാവ് എന്ന് കർത്താവിനെ കുറിച്ച് വിളിക്കുന്നുണ്ട്. So we have two arrivals, two kings, two cities, Bethlehem and Jerusalem. രണ്ട് നഗരങ്ങൾ, രണ്ട് രാജാക്കന്മാർ. And they are guided by the hand of God by a star, and they come to Jerusalem from the east. ദൈവത്തിൻ്റെ കരങ്ങളാൽ നയിക്കപ്പെട്ടവരായിട്ട് ഈ വിദ്വാൻമാർ യെരുശലേമിലേക്ക് വരുന്നു. At the end of the story, we're going to see they're guided by the hand of God by a dream, and they avoid Jerusalem to return to the east. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് സ്വപ്നത്താൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ട് യെരുശലേമിൽ പോകരുത്, യെരുശലേം ഒഴിവാക്കി അവരവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നു. So in this conflict and goal section that's introduced, we have a goal in the second half of verse 2. രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ലക്ഷ്യം എന്ന കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. We have come to worship the king, right? ഞങ്ങൾ രാജാവിനെ നമസ്കരിക്കാനായിട്ട് വന്നിരിക്കുന്നു. Sometimes if you're not sure what the goal or problem is, go to the end of the story and see what gets resolved. പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവസാനത്തിലേക്ക് പോവുക, പ്രശ്ന പരിഹാരം എന്താണെന്ന് കാണുമ്പോൾ പ്രശ്നം എന്തായിരുന്നു എന്നറിയാമല്ലോ. What gets resolved at the end of this story in verse 11? 11-ാം വാക്യത്തിൽ എന്താണ്, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? They worship. They worship him, right? നമസ്കരിച്ചു, ആരാധിച്ചു.
And so if you say, what's the problem of the story, you can go to the end and say, at the end of the story, they worship, and we see them here in verse 2 saying, our goal, we have come to worship him. Yeah. And so that's their goal, and they're going to achieve that. അപ്പോൾ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനിച്ച യഹൂദന്മാർ രാജാവായി ജനിച്ച വ്യക്തിയെ ആരാധിക്കണം എന്നതാണ്. So, but it doesn't just go straight to worship. There's a complication. അവിടെ ആരാധനയ്ക്കായിട്ട് വന്നെങ്കിലും പെട്ടെന്ന് ആരാധിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരുടെ മുൻപിൽ പല പ്രതിസന്ധികളുണ്ട്. And his name is King Herod. When it says, when Herod the king heard this, he was troubled. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹെരോദ രാജാവിന് ഭ്രമിച്ചുപോയി. We've come to worship this new king. When the king hears it, he's troubled. അവ രാജാവിനെ നമസ്കരിക്കാനായിട്ട് വന്നതാണ്. പക്ഷെങ്കിൽ ഇപ്പോഴുള്ള രാജാവിന് ആ നമസ്കാരവും ആരാധനയും ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. This is where you'd want to explain some of this, that King Herod was a master politician, but he went crazy, we're told from history, as he got older. ഹെരോദ രാജാവ്, മഹാനായ ഹെരോദാവ്, അദ്ദേഹം തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. എന്നാൽ അവസാനമായപ്പോൾ വട്ടുപിടിച്ചു. We actually know he killed his 3 most talented sons because he was afraid of losing his kingship. ഹെരോദ രാജാവ് തൻ്റെ 3 മക്കളെ കൊന്നു. കാരണം ചോദിച്ചാൽ ഈ രാജ്യം ഒരു തട്ടിയെടുക്കുമോ എന്ന് അദ്ദേഹത്തിന് ഭയമായി. There's a famous saying that was spoken by the Caesar at the time. In Greek, the word for pig and son are very similar. Wees and weos. അവിടെ ഈ ഹെരോദ രാജാവിനെ കുറിച്ച് സീസർ പറഞ്ഞൊരു പ്രസ്താവന വളരെ പ്രസിദ്ധമാണ്. 2 വാക്കുകളാണ് അതിനു വേണ്ടി ഉപയോഗിച്ച അദ്ദേഹം. ഒന്ന് മകൻ എന്ന വാക്കും മറ്റേത് പന്നി എന്ന വാക്കും. ഗ്രീക്കിൽ ഈ രണ്ട് വാക്കുകളും തമ്മിൽ അല്പ വ്യത്യാസമുള്ളൂ. And the saying was, it's better to be Herod's pig than to be his son, because Herod won't kill the pig. അവരത് സീസർ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ഹെരോദാവിൻ്റെ മകനാകുന്നതിനേക്കാളും നല്ലത് ഹെരോദാവിൻ്റെ പന്നിയാകുന്നതാണ്. ഹെരോദാവിൻ്റെ മകനാകുന്ന ഒരു പക്ഷേ അവൻ തട്ടിക്കളയും, പന്നിയാകുന്ന വലിയ ഉപദ്രവമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന്. So you can imagine when it says Herod was troubled, you're going to want to explain that to your audience. It was no little trouble. Herod killed anything he thought was a threat, and now he's told there's another king. അവിടെ ഹെരോദാവ് നടുങ്ങി, ഹെരോദാവ് ഭ്രമിച്ചു എന്ന് പറഞ്ഞപ്പോഴേ സാധാരണ ഭ്രമമൊന്നുമല്ല കേട്ടോ. ഹെരോദാവിന് വട്ടുപിടിച്ച നാട് മുഴുവൻ മുടിഞ്ഞു തന്നെ കേസ്. ആ ഹെരോദാവിൻ്റെ ഭ്രമം എന്ന് പറഞ്ഞൊരു ഭയങ്കര പരിപാടിയാണ്. So notice what the next phrase says. അടുത്ത പ്രസ്താവന എന്താണ്? Herod was troubled and all Jerusalem with him. ഹെരോദാവ് ഭ്രമിച്ചു, അവനോടുകൂടെ യെരുശലേം മുഴുവനും. When Herod is troubled, everyone's afraid. അവിടെ ഹെരോദാവിന് ഭ്രമം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഭ്രമത്തിൻ്റെ അലിവലി യെരുശലേം മുഴുവനും ഉണ്ടാവും. And this is where I would say, don't move too quickly past this. അവിടെ ഈ പ്രസ്താവന നിങ്ങൾ അത്ര വേഗം അങ്ങ് പറഞ്ഞു പോകരുത്, ഇത് ഭയങ്കര പ്രശ്നമാണ്. That if Herod is upset and unstable, one wrong word and he can have you killed immediately. No trial, no anything, you're dead. അപ്പോൾ ഈ ഹെരോദാവിൻ്റെ ഭ്രമത്തിൻ്റെ മുൻപിൽ എതിർപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും ഒരു നിവൃത്തിയില്ല, ചത്തത് തന്നെ കേസ്. So when Herod is troubled, you want to hide and stay away from him. അപ്പോൾ ഹെരോദാവിന് ഭ്രമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുമ്പിൽ നിൽക്കരുത്, എവിടെയെങ്കിലും ഓടി ഒളിച്ചോളും. But notice what he does. എന്താ ചെയ്യുന്നു നോക്കിയേ. It says he was troubled and he assembled the chief priests and the scribes of the people. അദ്ദേഹം മഹാപുരോഹിതന്മാരെയും ജനത്തിലെ ശാസ്ത്രിമാരെയും എല്ലാവരെയും കൂട്ടി വരുത്തി. And what's he ask them? എന്താ ചോദിച്ചത്? Where will Christ be born? Yeah, isn't that interesting? The Magi, what they say? We're looking for who?
The king. The king. And what's Herod say? Christ. The Christ. So for Herod, king equals Messiah, Christ. He knows there's someone coming, and he knows it's foretold, and he knows when they don't know what they're asking. The Magi don't know what they're asking, but Herod does. I find that fascinating that he doesn't say, where's the king? He says, where's the Messiah? അപ്പോൾ ഹെരോദാവിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എവിടെയാണ് മശിക ജനിക്കുന്നത്, മശിക എവിടെയാണ് ജനിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ വിദ്വാൻമാർ ചോദിച്ചത് എവിടെയാണ് രാജാവെന്നാണ്. അപ്പോൾ ഹെരോദാവിനറിയാം വരാൻ പോകുന്ന രാജാവെന്ന് പറയുന്നത് മശികയാണ് എന്ന കാര്യം ഹെരോദാവിനറിയാം. And if you look at the next verse, it says, and the chief priest said, oh, we need to go Google that. അവിടെ പിന്നെ മഹാപുരോഹിതൻ പറഞ്ഞു, അയ്യോ ഗൂഗിൾ ചെയ്ത് നോക്കണമല്ലോ. We need to go do some research. We'll get back to you in a week or two, Herod. We don't know. അവിടെ ഒരു 2 ആഴ്ചത്തെ ഒരു പരിശ്രമം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാം, എവിടെയാണ് ജനിക്കുന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയാം. What do they do? എന്താ ചെയ്തത്? They immediately quote Micah, don't they? അവർ ഗൂഗിളും ചെയ്യണ്ട, ഒന്നും വേണ്ട, ചോദിച്ചതിന് വെട്ടിയുണ്ട പോലെ മറുപടി. They immediately know where he's supposed to be born. മശിഹ എവിടെ ജനിക്കുന്നുള്ളത് അവർക്കറിയാം. Their whole lives, their jobs, their whole culture is looking for this Messiah. That's why Herod's afraid. അപ്പോൾ ഹെരോദാവിന് പേടി വരാനുള്ള കാരണം മശിഹ വരുന്നു എന്ന് കേട്ടിട്ടാണ്. മശിഹയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ഇസ്രയേലിൻ്റെ പ്രതീക്ഷയാണ്, അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. And so the chief priests are faced with a decision, aren't they? അപ്പോൾ യഹൂദന്മാരുടെ മഹാപുരോഹിതന് ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. Jerusalem is troubled, Herod is troubled, but we just got word that the Messiah is born. അവിടെ ഹെരോദാവിന് ഭ്രമമുണ്ടായി, എന്നാൽ മശിഹ ജനിക്കുന്നത് ബേത്ലഹേമിലാണ് എന്ന കാര്യം മഹാപുരോഹിതന്മാർക്കറിയാം. Bethlehem is 6 miles, 10 kilometers from Jerusalem. യെരുശലേമിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് ബേത്ലഹേം. They could have walked 10 kilometers by lunchtime. അതായത് ഒരു പകുതി ദിവസത്തെ വഴി പോയാൽ നമുക്ക് ബേത്ലഹേമിൽ യെരുശലേമിൽ നടന്നു പോവാം. What do you expect the next verse is going to say the chief priests do? അവിടെ മഹാപുരോഹിതന് എന്ത് ചെയ്തു എന്നാണ് ഇതിൽ പറയേണ്ടത്? They walked. Yeah, like they say, hey, he's here. They take off running, right? അപ്പോൾ ബുദ്ധാന്മാർ പറഞ്ഞതുകൊണ്ട് മശിഹ ജനിച്ചിരിക്കുന്നു, എവിടെയാണ് ജനിച്ചിരിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. കൂടാം വിദ്വാൻമാരുടെ കൂടെ, നമുക്കും പോകാം മശിഹയെ കാണാം, അല്ലേ? The chief priests don't do anything. ചീഫ് പ്രീസ്റ്റിന് മറ്റെന്തെല്ലാം ജോലിയാണ് മശിഹയെ കാണാൻ പോകുന്നത്, അതാണ് പുള്ളിയുടെ പണി. Why would the people whose job was to look for the Messiah not look for the Messiah when they've just been told he's 10 kilometers away? മശിഹയ്ക്ക് വേണ്ടി വർഷങ്ങളായി യുഗങ്ങളായി കാത്തിരിക്കുന്ന ഇസ്രയേൽ മഹാപുരോഹിതന്മാർ മശിഹ ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കേട്ടപ്പോൾ ഒരു 10 കിലോമീറ്റർ പോകാൻ എന്താ മടിച്ചു കളഞ്ഞേ? Why do you think? എന്താ കാര്യം? Just stretching? Okay, just stretching. I'll tell you what I think. I think they were afraid because they were part of all Jerusalem, and all Jerusalem was troubled by Herod. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഹെരോദാവിന് ഭ്രമം വന്നിരിക്കുക. മശിഹയെ പോയി കാണാമെന്ന് പറഞ്ഞാൽ ഇത് പണിയാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഹെരോദാവിൻ്റെ ഗുഡ് സൈഡ് അവിടെ വേണം നമുക്ക് നിൽക്കാൻ, അല്ലാതെ ഈ പണിക്കൊന്നും മശിഹയെ പോയി കാണുന്ന പണിയൊന്നും നമുക്ക് ആ ദുരിതത്തിനൊന്നും നമുക്ക് അറിയില്ല എന്നാണ് അവർ വിചാരിച്ചത്. What's Herod probably going to do to them if they seem too excited about this new king? അത് മശിഹ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മഹാപുരോഹിതൻ ഹല്ലേലൂയ സ്തോത്രം മശിഹ ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഹെരോദാവ് എന്തായിരിക്കും മഹാപുരോഹിതൻ ചെയ്യാൻ പോകുന്നത്? Kill him, right? Yeah. I mean, സ്തോത്രം പറയുന്ന മഹാപുരോഹിതനെ പിടിക്കുക, കഴുത്ത് വെട്ട്.
This moment is probably the most tense moment any of these men have ever experienced. It is a moment of life and death for them and their families, probably. ഈ മഹാപുരോഹിതനും അവരുടെ കൂടെയുള്ള ആളുകൾക്കും ഇതൊരു തീരുമാനത്തിൻ്റെ നിമിഷമാണ്. എന്താണ് അവരുടെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനത്തിൻ്റെ നിമിഷം. And what do they choose? എന്താ അവർ തിരഞ്ഞെടുത്തത്? They choose Herod, don't they? അവർ യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവനെ വേണ്ട, യഥാർത്ഥത്തിൽ ഹെരോദാവ് തന്നെ ഇരുന്നാൽ മതി, നമ്മുടെ തലയാണ്, നമ്മളുടെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The wise men only had a star. The chief priests had the Old Testament. വിദ്വാൻമാർക്ക് അവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു നക്ഷത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാൽ മഹാപുരോഹിതന് അവന് സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പഴയ നിയമം മുഴുവനും ഉണ്ടായിരുന്നു. The wise men were at a great distance, but the chief priest had a near proximity to Bethlehem. വിദ്വാൻമാർക്ക് ദിവസങ്ങൾ മാസങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നു കേട്ടോ ഈ രാജാവിനെ കാണാനായിട്ട്. ഒരു 10 കിലോമീറ്റർ പോയാൽ ഈ മഹാപുരോഹിതന്മാർക്ക് രാജാവിനെ കാണാൻ പറ്റും. The wise men had to really go against their Eastern culture to come look for a Jewish king. These chief priests, it was their culture, it was their job. വിദ്വാൻമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാംസ്കാരിക മതപരമായിരിക്കുന്ന പശ്ചാത്തലങ്ങളൊക്കെ മറികടന്ന് വേണം ഈ രാജാവിനെ നമസ്കരിക്കാനായിട്ട് വരാൻ. യഹൂദന്മാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വാഗ്ദാനത്തിന് നിവൃത്തിയാണ് മശിഹ എന്ന് പറയുന്നത്. And yet the wise men come and the chief priests do nothing. വിദ്വാൻമാർ കർത്താവിനെ നമസ്കരിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. എന്നാൽ മഹാപുരോഹിതന്മാർക്ക് അതിൽ ഒരു തീരുമാനം, അതിനെതിരെ ഉള്ളൊരു നിലപാടാണ് അവരെടുത്തത്. And I think we could then apply that to our audience. How do we make that same choice? When are we in situations where to choose Christ can cost us something? അപ്പോൾ അതായത് യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്താൽ ബുദ്ധിമുട്ടാകും എന്ന തീരുമാനത്തിൻ്റെ മധ്യത്തിൽ എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത്? It's easy for me to look at the chief priest and to say, what a fool. എനിക്ക് മഹാപുരോഹിതനെ നോക്കിയിട്ട് പറയാനുള്ളത്, എൻ്റെ പൊന്നു മോനെ, നീ എങ്ങനെയാണ് മശിയെ കൈവിട്ട് കളഞ്ഞത്? And yet I find myself making that choice. I can remember as a young man being a Christian, and I was the only Christian in my dorm, and there were days where I made this choice. അതായത് മഹാപുരോഹിതനെ കുറ്റം പറയാൻ എളുപ്പമാണ് കേട്ടോ. എന്നാൽ ജീവിതത്തിൻ്റെ കഠിനമേറിയ വില കൊടുക്കേണ്ടി വരുന്ന നിമിഷങ്ങളിൽ കർത്താവിനെ തള്ളിക്കളയുന്നതാണ് നമുക്കും എളുപ്പം. And I think the message is we each have to choose our king. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏത് രാജാവിനെ നമ്മൾ തിരഞ്ഞെടുക്കും, ആരുടെ പക്ഷത്ത് നിൽക്കും എന്നതാണ്. And sometimes King Jesus does not seem like the wise choice because it costs us something. And we have to decide then, will we still choose him? കർത്താവായ യേശുക്രിസ്തുവിനെ മശിഹയെ രാജാവായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ പോഷത്വമായിട്ട് തോന്നും. സുരക്ഷിതമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നതാണ് എന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ സാധിക്കും. You see, once again we've slowed down here on this conflict, goal and development, and this provides oftentimes good application, good connection into the lives of our audience. We all make this choice. ഈ പ്രതിസന്ധി വിശദീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഗൗരവം, എത്രത്തോളം കർത്താവിനോട് കൂടെ നിൽക്കാൻ നമുക്ക് മനസ്സുണ്ട് എന്ന തീരുമാനം, അത് നമുക്ക് വളരെ ബാധകമായ ഒരു വിഷയമാണ്. And you have the rest of this structure in WhatsApp, so I won't go through it in detail because of time. But I want to point one thing out over here on the consequences. അതായത് നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടതാണ് വഴിത്തിരിവ്. അവർ വീണ്ടും ആ യാത്ര പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ആ പുനരാരംഭിച്ച യാത്ര കൊണ്ട് അതിൻ്റെ അനന്തരഫലമായി സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. In the same way that we said the conversation with the angel was the turning point for Zechariah, and then we had application that God was doing something far beyond what he could have anticipated, we also have positive application here in the turning point consequence. അതായത് പ്രതിസന്ധിയിൽ ദൈവം പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ അപ്പുറത്തായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണെന്ന കാര്യം ആ വഴിത്തിരിവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Somebody
And so the conversation with Herod is the turning point. And then beginning in verse 9, maybe have somebody read verses 9, and let's go through 10. 9ഉം 10ഉം വാക്യങ്ങൾ. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. പുറപ്പെടുക്കേണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് അവരെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവരെ പൊന്നും മുന്തിരിക്കും പോലും കാഴ്ചവെച്ചു. All right, and so we said oftentimes what is created or presented here gets resolved over here, or the issue here is contrasted over here. There's something to point out here in verse 10. 10ാമത്തെ വാക്യത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നം അല്ലെങ്കിൽ ലക്ഷ്യം അത് പരിഹരിക്കപ്പെടുന്നതാണ് നമ്മളുടെ വഴിത്തിരിവിന് ശേഷം നമ്മൾ കാണുന്നത്. ഇവിടെ 10ാമത്തെ വാക്യത്തിൽ സംഭവിച്ച കാര്യം നമുക്ക് നോക്കാം. Back here in the development, loyalty to Herod produced what emotion? Fear. Fear. I was going to ask them. Okay. But yes. Yeah, you're right. You're right. You're right. Yes. Okay. Loyalty to King Jesus produces what emotion in verse 10? 10ാമത്തെ വാക്യത്തിൽ നമ്മൾ ഹെരോദാവിനോടുള്ള വിധേയത്വം, ആ വിധേയത്വം കാണിച്ചവരിൽ എന്ത് വികാരമാണ് ഉണ്ടാക്കിയത്? And does he just say joy? No. That is the other one side. I asked the first one. Oh. Yeah. No. Yeah. So, ഹെരോദാവിനോട് വിധേയത്വം കാണിച്ച ആളുകളുടെ ഹൃദയത്തിലുണ്ടായ വികാരം എന്താ? ഭയം. ഫിയർ. Fear, yeah. എന്നാൽ കർത്താവിനോട് വിധേയത്വം കാണിച്ച ആളുകളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്താണ്? സന്തോഷം. Joy. And you were saying, does he just say joy? What's he saying? Exceedingly. They rejoice with exceedingly great joy. 4 words. He could have just said they rejoice, or they just had joy. But he says they rejoice with joy, not just joy, great joy, exceedingly great joy. അവിടെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. നക്ഷത്രം മലയാളത്തെ പരിഭാഷയിൽ അത്രയും ഗൗരവമായിട്ട് അത് വന്നിട്ടില്ല കേട്ടോ. ഇൻ ദ മലയാളം ട്രാൻസ്ലേഷൻ ഇസ് നോട്ട് as intense. Not as intense. And I think the English translation is truer to the original Greek. But I think you can draw that contrast for your people, that if you make decisions to please your friends, or if you make decisions to please your boss, you're going to have to live in the fear of someday displeasing them. You're going to have to keep on performing. That's this king, the king of this world. But it's so much better if we align ourselves with King Jesus. He's the അവിടെ king. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ സൂപ്പർവൈസറെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നടത്തുന്ന ആൾക്കാരെ ആയിരിക്കാം, അവരെയൊക്കെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ തീരുമാനം നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശേഷിക്കും കാലം മുഴുവനും നിങ്ങൾ ഭയത്തിൽ കഴിയേണ്ടി വരും. കാരണം ചോദിച്ചാൽ എന്നാണ് നമ്മളെ നേതാവ് നമ്മളോട് കോപിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഭയത്തിലേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് അത്യന്തം സന്തോഷിച്ചു എന്ന് പറയുന്ന അനുഭവമാണ്. So hopefully these 2 examples illustrate how walking through the plot structure of a story gives you the flow of the passage that you can then explain, illustrate, and apply to your audience. അവിടെ എങ്ങനെയാണ് ഒരു വിവരണ ഭാഗം നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ 2 വേദഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ടത്. Okay, so after the break, is it okay if I have a little of that time? Okay, so after lunch, we're going to look at, we'll do Genesis 13 and 14. ഇത് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 13-14. I don't know if that's me here. So Genesis 13, 14. If you get a chance, you can read it, and then we're going to give you time to work on it. What I'm really wanting us to do as a group
is to determine where these breaks are in those two stories. രണ്ട് സംഭവങ്ങൾ ഉൽപ്പത്തി 13-14 അധ്യായങ്ങൾ നമുക്ക് കാണാം. നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ അതൊന്ന് വായിക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഈ നിലയിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നതെന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് നമ്മളുടെ അഭ്യാസം അല്ലെങ്കിൽ എക്സസൈസ് നമുക്ക് ഫലകരമായിട്ട് ചെയ്യാൻ സാധിക്കും. Are there any questions about anything we've talked about this morning? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചില നിമിഷങ്ങൾ ചോദ്യം